Hi dears, welcome back to Shikascafe. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടെ ഇവിടെ ജിദ്ദയിലുള്ള കോഴിക്കോട് റെസ്റ്റോറൻറ്റിലൊന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ തന്നെ പുതിയ ഫാമിലി സെക്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അപ്പോൾ നമ്മുടെ ജിദ്ദയിലുള്ള സബ്സ്ക്രൈബേഴ്സിനും കൂടെ ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടുമ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. എന്തായാലും നമ്മൾ വീക്കെൻഡിലൊക്കെ പുറത്തുനിന്നായിരിക്കുമല്ലോ ഫുഡ് കഴിക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു കോഴിക്കോട് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടുള്ള ഫുഡിൻ്റെ ടേസ്റ്റ് പറയാം. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഇവരുടെ വിഭവം കൂടെ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇതിന് മുൻപ് കഴിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവം ഏതാണെന്നുള്ളത് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇവരുടെ ഫാമിലി സെക്ഷനിലെ പ്രത്യേകമായിട്ടൊരു പാർട്ടി ഹാളുണ്ട്. അപ്പോൾ അവിടെ നിന്നാട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഈ ഒരു പാർട്ടി ഹാളിൽ ഒരു 20 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാർട്ടി ഹാളാണ് കേട്ടോ. ഈ ഒരു ഫാമിലി സെക്ഷൻ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള റൂമാണ്. ഒരു 4-5 ഫാമിലിക്ക് സുഖമായിട്ട് ഇരുന്ന് കൂടാൻ പറ്റിയിട്ടുള്ള ഒരു പാർട്ടി ഹാളാണ്. ഈ ഒരു ഹാളിൽ തന്നെ സെപ്പറേറ്റ് വാഷ്റൂം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഹാളിലേക്ക് സെപ്പറേറ്റ് പുറത്തുനിന്ന് ഡോറും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു പോയതാണ്. പിന്നെ ഇതിൻ്റെ ഫാമിലി സെക്ഷനും കൂടെ ഞാൻ കാണിച്ചു തരാം. ഫാമിലി സെക്ഷൻ ഇപ്പോൾ ഓപ്പൺ അല്ല. നമുക്കൊരു 3-4 ഫാമിലിക്കൊക്കെ കൂടാൻ പറ്റിയിട്ടുള്ള ഈ ഒരു പാർട്ടി ഹാളാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. ഫാമിലി സെക്ഷൻ ഇപ്പോൾ അടുത്ത് തന്നെ ഓപ്പൺ ആവുന്നതാട്ടോ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു 3-4 ഫാമിലി ഉള്ളതുകൊണ്ടാണ് അവർ പാർട്ടി ഹാൾ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൊറോണ സമയത്ത് നമുക്കിതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഒരു 3-4 ഫാമിലിക്കൊക്കെ കൂടാനൊക്കെ നമുക്ക് സൗകര്യമാണ് ഇതുപോലത്തെ ഒരു പാർട്ടി ഹാള്. അപ്പോൾ അവർ ഫുഡൊക്കെ അതാ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കട്ടെ. വയനാട്ടുകാരുടെ പോത്തിൻകാല് പോലെ കോഴിക്കോടൻസിൻ്റെ സ്പെഷ്യലാണ് പോത്തിൻ്റെ വാരിയൽ വരട്ടിയത്. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു മസാലയാണ്. അതുപോലെ ഇതിൻ്റെ മീറ്റും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു പോത്തിൻ്റെ വാരിയൽ വരട്ടിയത്. ആദ്യം നെയ്പ്പത്തിൽ നിന്നാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബീഫിൻ്റെ വാരിയൽ വരട്ടിയതാണ് കഴിക്കുന്നത്. എനിക്ക് ബീഫിൻ്റെ ഐറ്റംസ് ആട്ടോ കുറച്ചും കൂടെ ഇഷ്ടമുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം അത് കഴിക്കുന്നത്. അപ്പോൾ ബീഫിൻ്റെ വാരിയൽ ഞാൻ പറഞ്ഞല്ലോ നല്ല ടേസ്റ്റാണ്. മസാലയും ആ ഒരു മീറ്റും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ബീഫിൻ്റെ തന്നെ മറ്റൊരു ഐറ്റം ഉള്ളത് ബീഫ് തവ ഫ്രൈ ആണ്. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അധികം മസാല ഒന്നുമില്ല. പിന്നെ അതുപോലെ അധികം സ്പൈസി അല്ല കേട്ടോ ഈ ഒരു തവ ഫ്രൈ. ഇത് ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. ചിക്കൻ എരി എന്നാട്ടോ ഇതിൻ്റെ പേര്. ഇത് സ്പെഷ്യൽ മസാലക്ക് വെച്ചിട്ടാണ് അവരുണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം സ്പൈസിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യൽ പുയ്യാപ്പിള ചിക്കനാണ്. ഇതും അവരിതുപോലെ തന്നെ കോക്കനട്ട് ക്രീമിലൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞതുള്ളത്. അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഇതാ നമ്മുടെ കീഴ്പൊറാട്ടയാണ്. അപ്പോൾ കീഴ്പൊറാട്ട നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഇക്കയാണ് ഇത് തുറന്നു തരുന്നത്. അപ്പോൾ ബീഫിൻ്റെ കീഴ്പൊറാട്ടയാണിത്. അപ്പോൾ ഒരു ബീഫിൻ്റെ ഗ്രേവിയിലൊക്കെ കിടന്നിട്ട് ഈ ഒരു പൊറാട്ട നന്നായിട്ട് സോക്കായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ഒരു ബീഫിൻ്റെ ഗ്രേവിയാണ് ഇതിൽ വരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ബീഫ് കീഴ്പൊറാട്ട തന്നെയാണ്. ഇത് കോഴിക്കോടൻസിൻ്റെ മറ്റൊരു സ്പെഷ്യലാണ് കേട്ടോ, കുഞ്ഞിക്കോഴി. സാധാരണ നമ്മൾ കുഞ്ഞിക്കോഴി റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ളത് ഫുള്ളായിട്ടാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് കേട്ടോ, ചെറിയ ചിക്കന്. പക്ഷേ ഇത് ചെറിയ പീസായിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മസാലയും ടേസ്റ്റും ഒക്കെ വ്യത്യസ്തമാണ് കേട്ടോ. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. പിന്നെ ഇവരുടെ ബട്ടൂര അതുപോലെ നെയ്പ്പത്തിലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂടോടെ കഴിക്കാൻ. അപ്പോൾ ഞാൻ ബട്ടൂരിയും അതുപോലെ പുയ്യാപ്പിള ചിക്കനും കൂടെ ആട്ടോ കഴിക്കുന്നത്. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ആ ഒരു ചിക്കനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഇവരൊരു ചിക്കൻ്റെ ഐറ്റം ഉണ്ടായിരുന്നത് നമ്മൾ നാടൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വരട്ടി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും നല്ല ടേസ്റ്റ് ഉണ്ട്. അതൊരു നാടൻ മസാലയാണ്, നമ്മൾ നാടൻ മസാലയിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ വിഭവമായിരുന്നു. ഇത് ചിക്കൻ്റെ മറ്റൊരു വിഭവമാണ്. ചിക്കൻ നജാഫ് നാട്ടോ ഇതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഗ്രേവി നല്ല ടേസ്റ്റാണ്, നല്ല ക്രീമി ആയിട്ടുള്ള ഗ്രേവിയാണ്. ചിക്കനും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ ഫിഷിൻ്റെ ഒരു ഐറ്റമാണ് ഉണ്ടായിരുന്നത്. ഇത് ഫിഷ് മാങ്ങ ഇട്ട് വറ്റിച്ചെടുത്തിട്ടുള്ള കറിയാണ്. പിന്നെ ഫിഷ് കറി ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ. ബീഫും ചിക്കനും ഫിഷും എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കലില്ല. അപ്പോൾ അതുകൊണ്ട് ഫിഷ് കറി ഞാൻ കൂട്ടിയിട്ടില്ല.
ഇവരുടെ ഒരു സ്പെഷ്യൽ ചായ ഉണ്ട്, മൊഹബത്തിൻ്റെ സുലൈമാനി. അപ്പോൾ ആ ഒരു ചായയിൽ ഇട്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ചർച്ച നടത്തിയിരുന്നു കേട്ടോ അവർ. പക്ഷെ മുന്നിട്ട് പട്ടല്ലേ പട്ട അവര് മറ്റേ സിനിമന്റെ പൊടിയില്ല ബോക്സിലിടുന്ന പൊടി തന്നെ അവരിട്ടിട്ട് ജസ്റ്റ് ഇളക്കിയതാണ്. നമുക്ക് സാധാ കുടിക്കുന്ന പോലെ ക്ഷീണം കൊണ്ട് കൈ എഴുതാതിരിക്കാറില്ല. എനിക്കിഷ്ടമായതാണ് മസാല. കോൺഫ്ലെക്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ എന്താ കോൺഫ്ലെക്സ് തോന്നുന്നുണ്ട് കേട്ടോ. ഇതെന്താ നല്ല ഫ്രൂട്ട്സ് അത്യാവശ്യം കിട്ടും. അപ്പോൾ നിങ്ങൾ ജിദ്ദയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു കോഴിക്കോടൻ റെസ്റ്റോറൻറ്റിലൊന്ന് വന്ന് നോക്കാം കേട്ടോ. ബീഫിൻ്റെ വെറൈറ്റി ഐറ്റംസും ചിക്കൻ്റെ വെറൈറ്റി ഒക്കെ കഴിക്കാം. ബീഫിൻ്റെ വെറൈറ്റിയിൽ എനിക്കിഷ്ടമായിട്ടുള്ളത് ബീഫിൻ്റെ വാരിയിൽ വരട്ടിയതാണ്. അപ്പോൾ ചിക്കൻ്റെ വെറൈറ്റിയും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ എനിക്ക് കൂടുതൽ ബീഫാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നാണ്ട് സെലക്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. പിന്നെ ഇവരുടെ പലഹാരങ്ങളാണെങ്കിലും ഡെസേർട്ടാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഡെസേർട്ടായിട്ട് നമ്മൾ എടുത്തിരുന്നത് ഫലൂഡയാണ്. ഫലൂഡയും തന്നെ മക്കൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഫലൂഡയാണ്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കൊറോണ സമയത്തൊക്കെ 3-4 ഫാമിലിക്കൊക്കെ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാർട്ടി ഹാളാണ് കേട്ടോ. നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാനും വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിട്ട് പോരാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹാളാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഈ ഒരു കോഴിക്കോടൻ റെസ്റ്റോറൻറ്റിലൊന്ന് പോയി നോക്കുക. എനിക്കൊരു വീഡിയോ എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ടാവും എന്നറിയില്ല. ഫുഡ് റിവ്യൂ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്